ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് തിരുവനന്തപുരം വെള്ളറടയിൽ 48-കാരിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. പനച്ചമൂട് പഞ്ചാംകുഴിയിൽ പ്രിയംവദയെയാണ് പ്രദേശവാസി വിനോദ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. മൃതദേഹം 2 ദിവസം വിനോദിന്റെ വീട്ടിലെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. ഭാര്യാമാതാവും മകളും മൃതദേഹം കണ്ടതോടെ കുഴിച്ചിട്ടെന്ന് വിനോദ് പോലീസിന് മൊഴി നൽകി. വിനോദുമായി കൊല നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തും. പനച്ചമൂട് നിന്ന് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുമൊപ്പം തന്നെ സുജിത് സുരേന്ദ്രൻ ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന കാര്യം വിശദീകരിക്കും. ആദ്യം അലക്സിലേക്കാണ്. അലക്സ്, ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് ഈ കേസ്. 2 ദിവസം മൃതദേഹം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. പിന്നീട് ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പ്രതി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൽ സംഭവിച്ചത് അലക്സ്? റീജിത്ത്, ഇക്കഴിഞ്ഞ 12-നാണ് ഈ പ്രിയംവദ, അതായത് പനച്ചമൂട് സ്വദേശിയാണ് പ്രിയംവദയെ കാണാതാകുന്നത്. പ്രിയംവദയെ കാണാതായി എന്ന പരാതി അന്ന് വൈകുന്നേരം തന്നെ ബന്ധുക്കൾ പ്രിയംവദയ്ക്കായുള്ള അന്വേഷണം ആരംഭിച്ചതാണ്. അതിന് തൊട്ടടുത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, 3 വീട് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതിൽ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ കൊലപാതകം നടത്തിയ വിനോദിന്റെ വീട്. ആ വീടിന്റെ പുറകുവശത്താണ് പ്രിയംവദ. ശരി, അലക്സിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനാണ് തിരുവനന്തപുരം വെള്ളറടയിൽ 48-കാരിയെ പ്രദേശവാസി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത്. പനച്ചമൂട് പഞ്ചാംകുഴിയിൽ പ്രിയംവദയെയാണ് പ്രദേശവാസി വിനോദ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, തുടരാം. അലക്സ്, റിജിത്ത, ഈ സംഭവം പുറത്തറിയുന്നത് ഇന്നാണ്. ഇന്ന് ഈ കാണുന്ന വീട് ഈ പ്രതിയായ വിനോദിന്റെ ഭാര്യമാതാവിന്റെ വീടാണ്. ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർ സരസ്വതി അമ്മ എന്നാണ് അവരുടെ പേര്. അവരും മക്കളുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോ മറ്റോ ഈ വിനോദിന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു സ്ത്രീയുടെ കയ്യോ കാലോ കാണുന്നത്. ഈ വിവരം ഈ ഭാര്യമാതാവിനോട് വിനോദിന്റെ കുട്ടികൾ പറയുന്നു. വിനോദിന്റെ മക്കൾ ഈ സരസ്വതി അമ്മയുടെ സംരക്ഷണയിലാണ്. തൊട്ട് മുന്നിലാണ് വിനോദ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിദേശത്താണ്. അതിന്റെ ഏറ്റവും പുറകിലാണ്, ഒരു വീട് പുറകിലാണ് ഈ പറഞ്ഞ പ്രിയംവദയുടെ വീട്. ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവർ 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവർ സെപ്പറേറ്റഡ് ആണ്. ഇവർ തൊട്ടടുത്ത് ഒരു കശുവണ്ടി കമ്പനിയിൽ ജോലിക്ക് പോയാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ രാവിലെ പോകും, വൈകുന്നേരം 6 മണിയോടുകൂടി ഇവർ തിരിച്ചെത്തുന്നതാണ്. 12-ാം തീയതി ഈ സമയത്ത് ഇവർ വരാത്തതിനെ തുടർന്നാണ് ഈ ബന്ധുക്കൾ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതും പോലീസിൽ പരാതിപ്പെടുന്നതും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ പള്ളിവികാരിയുടെ, അതായത് ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ കൈയും കാലും കണ്ടു എന്ന തരത്തിൽ മക്കളും അതുപോലെ ഈ ഭാര്യമാതാവും പറഞ്ഞതനുസരിച്ച് അവർ പള്ളിവികാരിയോട് പറയുന്നു. പള്ളിവികാരി ഇത് പോലീസിനെ അറിയിക്കുന്നു. തുടർന്നാണ് പോലീസ് ഇന്ന് രാവിലെ ഏതാണ്ട് 11:30 മണിയോടുകൂടി ഇവിടെ എത്തി വിനോദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പ്രിയംവദ നൽകിയ കടം തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. മറ്റൊന്ന് വിനോദ് എന്ന് നൽകിയ ഒരു മൊഴിയാണ്. അത് വിനോദ് പറയുന്നത് ഇവരുമായി. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിനോദുമായി കൊല നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തും. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ പോലീസ് ആലോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.